നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇസ്രായേലും ഇറാനും നേരെ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ് ലോകം. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സങ്കീർണവും ആശങ്കാജനകവുമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. US പ്രസിഡന്റ് ട്രംപ് വലിയ സൈനിക നടപടികൾ സ്ഥിരീകരിക്കുകയും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇസ്രായേലിന് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിലൂടെ തിരിച്ചടിക്കുകയും ചെയ്തതോടെ മേഖലയിലെ ഭൗമരാഷ്ട്രീയ സ്ഥിരത ഭീഷണിയിലായിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതിന്റെ ആഘാതം നയതന്ത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഊർജ്ജ സുരക്ഷ, പ്രവാസികളുടെ സുരക്ഷ, സമുദ്ര വ്യാപാര പാതകൾ, വൈരികളായ രാജ്യങ്ങൾക്കിടയിലുള്ള ഇന്ത്യയുടെ സന്തുലിത ബന്ധം എന്നിവയെല്ലാം ഇതിന്റെ പരിധിയിൽ വരും. ശനിയാഴ്ചത്തെ ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഇസ്രായേൽ സന്ദർശനം പൂർത്തിയാക്കിയ ദിവസങ്ങൾക്കുള്ളിലാണ്. ചർച്ചകളിലൂടെയും സമാധാനപരമായ പരിഹാരങ്ങളിലൂടെയും മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂ എന്ന ഇന്ത്യയുടെ നിലപാട് സന്ദർശന വേളയിൽ അദ്ദേഹം ആവർത്തിച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ സമാധാനം ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഈ ചർച്ചകൾ ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമാണെന്നും മോദി പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് പശ്ചിമേഷ്യ നിർണായകമാണ്. ഇറാൻ ഉൾപ്പെടുന്ന ഒരു വലിയ യുദ്ധം ആഗോള എണ്ണക്കടത്തിന്റെ പ്രധാന പാതയായ ഹോർമോസ് കടലിടുക്കിനെ ബാധിച്ചേക്കാം. ഇത് ക്രൂസ് ഓയിൽ വില കുത്തനെ ഉയരാൻ കാരണമാകും. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യയെ ഇത് സാരമായി ബാധിക്കും. എണ്ണവില വർധനവ് ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് കമ്മി വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ചെയ്യും. ഭൗതികമായി എണ്ണ വിതരണം തടസ്സപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും യുദ്ധ സാഹചര്യം കാരണം ഇൻഷുറൻസ് തുക വർദ്ധിക്കുന്നത് ഇറക്കുമതി ചെലവ് കൂട്ടും. ഏകദേശം 90 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് പശ്ചിമേഷ്യയിൽ ജോലി ചെയ്യുന്നത്. ഇസ്രയേലിൽ കുറഞ്ഞ എണ്ണം ഇന്ത്യക്കാരെ ഉള്ളുവെങ്കിലും യുദ്ധം UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. 2015 യമനിലും 2006 ലബനനിലും നടത്തിയതുപോലെയുള്ള വൻതോതിലുള്ള ഒഴിപ്പിക്കൽ പദ്ധതികൾ ഇന്ത്യക്ക് തയ്യാറാക്കേണ്ടി വന്നേക്കാം. ഇറാനിലെയും ഗൾഫ് മേഖലയിലെയും സാഹചര്യങ്ങൾ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. എല്ലാ പക്ഷങ്ങളും സംയമനം പാലിക്കണമെന്നും സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും രാജ്യങ്ങളുടെ പരമാധികാരം മാനിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇസ്രയേലിലെ ഇന്ത്യൻ എംബസി തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും സുരക്ഷിത കേന്ദ്രങ്ങൾക്ക് സമീപം തുടരാനും നിർദ്ദേശമുണ്ട്. ഫെബ്രുവരി 23 ഇറാനിലെ ഇന്ത്യൻ എംബസിയും പൗരന്മാരോട് ലഭ്യമായ മാർഗങ്ങളിലൂടെ മടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങൾക്കിടയിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നത് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ്. പ്രതിരോധം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇസ്രായേലുമായി ഇന്ത്യക്ക് ശക്തമായ ബന്ധമുണ്ട്. അതേസമയം ഈ ചബഹാർ തുറമുഖം ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ ഇറാനുമായും ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ ബന്ധമുണ്ട്. തന്ത്രപ്രധാന വിദഗ്ധനായ ഉദയ് ഭാസ്കറിന്റെ അഭിപ്രായത്തിൽ ഇറാനെതിരെയുള്ള ഈ ആക്രമണം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ കടുത്ത പരീക്ഷണമായിരിക്കും. എണ്ണവിലയിൽ ഓരോ ഡോളറിന്റെ വർധനവും ഇന്ത്യയുടെ ഇറക്കുമതി ചെലവിൽ $200 കോടി അധിക ബാധ്യത വരുത്തുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. INUവിലെ പ്രൊഫസർ മുദസ്സർ ഖബറിന്റെ നിരീക്ഷണം അനുസരിച്ച് ഹൂതികളും ഹിസ്ബുള്ളയും യുദ്ധത്തിൽ ചേർന്നാൽ അത് മേഖലയാകെ തകർന്നു. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ സ്ഥിരത എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു താല്പര്യമല്ല, മറിച്ച് അതൊരു അനിവാര്യം തന്നെയാണ്. അതേസമയം പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെടുത്തതിന് പിന്നാലെ പ്രതികാരത്തിന്റെ പതാക ഇറാൻ ഉയർത്തിക്കഴിഞ്ഞു. ഖോമിലെ ജംഗ്രാൻ പള്ളിയുടെ താഴികക്കുടത്തിന് മുകളിലാണ് ഇറാൻ ചുവന്ന കൊടി ഉയർത്തിയത്. ഷിയ ആചാരപ്രകാരം നീതി, പ്രതികാരം എന്നിവ സൂചിപ്പിക്കുന്നതാണ് ഈ ചുവന്ന കൊടി. രക്തസാക്ഷിത്വം, കൊടിയ അനീതി എന്നിവ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരം കൊടികൾ പള്ളിക്ക് മുകളിൽ ഉയർത്തുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം ഇനിയും രൂക്ഷമാകണമെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ശനിയാഴ്ചയാണ് US ഇസ്രായേൽ ആക്രമണത്തിൽ ഖമനേയി കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മകളും മരുമകനും പേരക്കുട്ടിയും ഉന്നത ഇറാൻ ഉദ്യോഗസ്ഥരും ഖമനേയിക്കൊപ്പം കൊല്ലപ്പെട്ടിരുന്നു. ഇറാൻ സൈന്യത്തിന്റെ കമാൻഡർ ജനറൽ മുഹമ്മദ് പക്പോറും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഞായറാഴ്ചയാണ് ഖമനേയി കൊല്ലപ്പെട്ട വിവരം സ്ഥിരീകരിച്ചത്. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ വ്യക്തികളിൽ ഒരാളായ ഖമനേയി കൊല്ലപ്പെട്ടെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയി വധിക്കാൻ US ഇസ്രായേൽ സഖ്യത്തിന് വേണ്ടി വന്നത് മാസങ്ങളുടെ തയ്യാറെടുപ്പ് എന്നാണ് റിപ്പോർട്ട്. CIA മാസങ്ങളോളം ഖമനേയി നിരീക്ഷിക്കുകയും ഖമനേയിയുടെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കുകയും ചെയ്തുവെന്നാണ് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.
കൃത്യമായ വിവരങ്ങളാണ് CIA ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പറയുന്നു. ഖമനേയി ഫെബ്രുവരി 28 ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് CIA വിവരം ലഭിച്ചു. ഉപദേശകരും സൈനിക മേധാവികളും അടക്കം ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്ന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇരു രാജ്യങ്ങളും പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പൊടുന്നനെയാണ് പദ്ധതിയിൽ മാറ്റം വന്നത്. ശനിയാഴ്ച വൈകുന്നേരം നിശ്ചയിച്ച കൂടിക്കാഴ്ച അന്ന് കാലത്തേക്ക് മാറ്റി. ഖമനേയി കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടാകുമെന്ന വിവരം കിട്ടി. ഇതറിഞ്ഞ US-ഉം ഇസ്രായേലും ആക്രമണം നേരത്തെയാക്കുകയായിരുന്നു. നിർണായകമായ ആ ആക്രമണത്തിൽ ഖമനേയി കൊല്ലപ്പെടുകയും ചെയ്തു. ഇസ്രായേൽ സമയം കാലത്ത് 6 മണിയോടെയാണ് ദൗത്യം ആരംഭിച്ചത് എന്നാണ് റിപ്പോർട്ട്. ലോങ് റേഞ്ച് മിസൈലുകൾ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിൽ നിന്ന് പറന്നുപൊങ്ങി. ഇറാൻ സമയം 9:40 ഖമനേയിയുടെ കൊട്ടാരത്തിൽ ഇസ്രായേൽ യുദ്ധവിമാനം ബോംബുകൾ വർഷിച്ചു. ഇറാന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് ആക്രമണമായിരുന്നു നടന്നതെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടുവെന്ന് നേരത്തെ ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു. ശനിയാഴ്ച പുലർച്ചെ ഓഫീസ് കെട്ടിടത്തിനുള്ളിൽ വെച്ചാണ് ഖമനേയി കൊല്ലപ്പെട്ടത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇറാനിൽ 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആക്രമണം ആരംഭിച്ചതിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ ഖമനേയി വധിച്ചുവെന്നും ഡ്രോൺ അല്ലെങ്കിൽ ജെറ്റ് ഉപയോഗിച്ചുള്ള ആക്രമണത്തിലാണ് ഖമനേയി കൊല്ലപ്പെട്ടതെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൊല്ലപ്പെട്ടതിന് ദിവസങ്ങൾക്ക് മുൻപ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി പ്രസംഗിച്ചത് ആണവായുധങ്ങളെയും അമേരിക്കൻ സൈന്യത്തെയും കുറിച്ചാണ്. ആണവായുധം ഇറാന് അത്യാവശ്യമാണെന്നും അമേരിക്കക്കാർ ഒരാവശ്യവുമില്ലാതെ ഇറാന്റെ കാര്യത്തിൽ ഇടപെടുകയാണെന്നുമായിരുന്നു ഖമനേയിയുടെ പ്രസംഗം. റോയിറ്റേഴ്സ് ആണ് അലി ഖമനേയിയുടെ അവസാനത്തെ പ്രസംഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. US-ഉം ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ അവസാനിച്ചതിന് പിന്നാലെയായിരുന്നു ഖമനേയിയുടെ ഈ പ്രസംഗം എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ആണവായുധങ്ങൾ വേണം. ആണവായുധങ്ങൾ ഇല്ലെങ്കിൽ ആ രാജ്യം അതിന്റെ എതിരാളികളാൽ ചവിട്ടി മെതിക്കപ്പെടും. ആണവായുധങ്ങൾ അത്യാവശ്യമാണ്. അമേരിക്കക്കാർ ഒരു ആവശ്യവുമില്ലാതെയാണ് ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. നമ്മൾക്ക് എന്ത് മിസൈലുകൾ ഉണ്ടെങ്കിലും അവർക്ക് എന്താണ്? ഇത് നമുക്ക് പ്രശ്നമാണ് എന്നാണ് ഖമനേയി പറഞ്ഞത്. തങ്ങളുടെ സൈന്യമാണ് ഏറ്റവും ശക്തിയുള്ള സൈന്യമെന്നാണ് US പ്രസിഡന്റ് പറയുന്നത്. എന്നാൽ എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ആ സൈന്യത്തിന് ഒരു അടി ആവശ്യമായി വന്നേക്കുമെന്നും ഖമനേയി പറയുന്നു. അതേസമയം ഖമനേയിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാനിലെ കറാച്ചിയിൽ അമേരിക്കൻ കോൺസുലേറ്റിന് നേരെ ആക്രമണമുണ്ടായി. ഖമനേയിയുടെ ചിത്രമടക്കം ഉയർത്തിപ്പിടിച്ചെത്തിയ പ്രതിഷേധക്കാർ US കോൺസുലേറ്റ് വളപ്പിലേക്ക് ഇരച്ചെത്തി ജനറൽ ചില്ലുകളടക്കം അടിച്ചു തകർക്കുകയായിരുന്നു. ശേഷം കെട്ടിടത്തിന് തീയിട്ടു. പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാ സേന ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ലാത്തി വീശുകയും ചെയ്തു. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും അവരെ പ്രദേശത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. 3 പതിറ്റാണ്ടുകളിലേറെ ഇറാനെ സ്വന്തം കൈവെള്ളയിൽ കൊണ്ടുനടന്ന മനുഷ്യനാണ് ഇത്. ഇസ്ലാമിക വിപ്ലവത്തിന്റെ അമരക്കാരൻ. അമേരിക്കയെയും സഖ്യകക്ഷികളെയും സഖ്യരാജ്യങ്ങളെയും വകവയ്ക്കാതെ ഇറാനെ സൂപ്പർ പവറാക്കിയ അനിഷേധ്യ നേതാവ് അയത്തുള്ള അലി ഖമനേയിക്ക് വിശേഷണങ്ങൾ ഏറെയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായിരുന്ന അയത്തുള്ള റഹൂല ഖമനേയിയുടെ പിൻഗാമിയാണ് പണ്ഡിതനായിരുന്ന അയത്തുള്ള അലി ഖമനേയി. 1989 ഇറാന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും പിന്നീട് അങ്ങോട്ട് ഇറാൻ സർക്കാരും സൈന്യവും കോടതിയുമെല്ലാം ആത്മീയ നേതാവായ അലി ഖമനേയിലേക്ക് ചുരുങ്ങുകയായിരുന്നു. തനിക്ക് കീഴിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ എന്ന സൈന്യത്തെയും കെട്ടിപ്പടുത്തുകയുണ്ടായി. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് പുതിയ വഴിത്തിരിവുണ്ടാക്കിയതും ഖമനേയി തന്നെയായിരുന്നു.